നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഓട്ടപ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം. രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തങ്ക ലിപികളാൽ എഴുതപ്പെടേണ്ട ദിനമാണ് ഇന്ന് കടന്നു പോകുന്നത്. ഭാരതത്തിൻ്റെ ഭാവിയെ തന്നെ സ്വാധീനിക്കുന്ന രണ്ട് സംഭവങ്ങളാണ് ഇന്നുണ്ടായത്. രാജ്യത്ത് ഏറെ ചർച്ചയായ ഏകീകൃത സിവിൽ കോഡ് മുഖ്യമന്ത്രി പുഷ്പർ സിംഗ് ധാമിയുടെ നേതൃത്വത്തിലുള്ള ഉത്തരാഖണ്ഡ് സർക്കാർ നടപ്പിലാക്കി എന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം എന്ന ബഹുമതിയും ഉത്തരാഖണ്ഡ് സ്വന്തമാക്കി. UCC പോർട്ടലിൻ്റെ ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി നിർവഹിച്ചു. കഴിഞ്ഞ വർഷമാണ് സംസ്ഥാനം ഈ നിയമം പാസാക്കുന്നത്. കഴിഞ്ഞ വർഷം തന്നെ രാഷ്ട്രപതി ബില്ലിന് അംഗീകാരവും നൽകി. കഴിഞ്ഞ ദിവസം ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തിരുന്നു. ഇന്ന് പോർട്ടൽ ഉദ്ഘാടനം ചെയ്തതോടെ സംസ്ഥാനത്ത് നിയമം നടപ്പിലായി. വിവാഹം, വിവാഹമോചനം, പിന്തുടർച്ച അവകാശം, സ്വത്തവകാശം തുടങ്ങിയ വിഷയങ്ങളിൽ ജാതി മത ഭേദമന്യേ എല്ലാവർക്കും ഒരേ നിയമം ബാധകമാക്കുന്നതാണ് ഏകീകൃത സിവിൽ കോഡ്. ചില വനവാസി വിഭാഗങ്ങളെ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നിലവിൽ മതാടിസ്ഥാനത്തിലാണ് രാജ്യത്ത് വ്യക്തി നിയമങ്ങൾ വരുന്നത്. ഏകീകൃത സിവിൽ കോഡ് വേണമെന്ന ആവശ്യം രാജ്യത്ത് ഉയരുന്നതിനിടെയാണ് ഉത്തരാഖണ്ഡ് നിയമം നടപ്പിലാക്കുന്നത്. ഏത് മതാചാര പ്രകാരം വിവാഹം നടന്നാലും UCC പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. ലിവ്-ഇൻ ബന്ധത്തിലുള്ള ദമ്പതികൾ അടക്കം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. സംസ്ഥാനത്തിന് പുറത്ത് താമസിക്കുന്നവർക്കടക്കം നിയമം ബാധകമാകും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏകീകൃത സിവിൽ കോഡ് BJPയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു. ആ വാഗ്ദാനമാണ് ഇപ്പോൾ സർക്കാർ നിറവേറ്റുന്നത്. BJP ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളും ഈ മാതൃക പിന്തുടരുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്ര നിയമവും പരിഗണനയിലാണ്. വഖഫ് നിയമ ഭേദഗതി ബില്ലിന് സംയുക്ത പാർലമെന്ററി സമിതിയുടെ അംഗീകാരം ലഭിച്ചതാണ് ഇന്നുണ്ടായ മറ്റൊരു പ്രധാന സംഭവം. ബില്ലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിന് അന്തിമ രൂപം നൽകുന്നതിനായി ചേർന്ന യോഗത്തിലായിരുന്നു സമിതി അംഗീകാരം നൽകിയത്. ബജറ്റ് അവതരണത്തോട് അനുബന്ധിച്ച് ചേരുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിക്കുമെന്നാണ് കരുതുന്നത്. 14 ഭേദഗതികളോടെയാണ് വഖഫ് ബില്ലിന് സംയുക്ത പാർലമെന്ററി സമിതി അംഗീകാരം നൽകിയിരിക്കുന്നത്. വഖഫിനെ കുറിച്ച് അധികം സംസാരിക്കാതിരുന്ന മലയാളികൾ മുനമ്പം ഭൂമി പ്രശ്നം ശക്തമായതോടെ വഖഫിനെ കുറിച്ച് കൂടുതൽ ബോധവാന്മാരായിട്ടുണ്ട്. BJP നിർദ്ദേശിച്ച ഭേദഗതികളിൽ 14 എണ്ണത്തിന് പിന്തുണ ലഭിച്ചു. നിയമത്തിൽ 44 ഭേദഗതികൾ പ്രതിപക്ഷം മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ വോട്ടെടുപ്പിൽ ഇവയ്ക്ക് പിന്തുണ ലഭിച്ചില്ല. ഭൂമിയുടെ അവകാശവുമായി ബന്ധപ്പെട്ടുള്ള നിയമത്തിലെ വ്യവസ്ഥകളിലാണ് പ്രധാനമായും മാറ്റമുണ്ടാകുന്നത് എന്നാണ് വിവരം. വഖഫ് ബോർഡുകളുടെ ഭരണ രീതിയിൽ നിരവധി മാറ്റങ്ങളാണ് വഖഫ് ഭേദഗതി ബിൽ നിർദ്ദേശിക്കുന്നത്. ഭേദഗതി ബിൽ പ്രകാരം അമുസ്ലിങ്ങളായ 2 പേരും വനിതാ അംഗങ്ങളും ഭരണസമിതിയിൽ ഇടം നേടും. വഖഫ് കൗൺസിലിന് ഭൂമി അവകാശപ്പെടാൻ സാധിക്കില്ല എന്നതടക്കം നിരവധി നിർദ്ദേശങ്ങളാണ് പുതിയ ബില്ലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സംയുക്ത പാർലമെന്ററി സമിതി അധ്യക്ഷൻ ജഗദാംബിക പാലിന്റെ നേതൃത്വത്തിൽ ആയിരുന്നു യോഗം. എല്ലാ പ്രതിപക്ഷ അംഗങ്ങളും യോഗത്തിന് എത്തിയിരുന്നു. നിയമത്തിലെ ഓരോ ഭാഗങ്ങളും യോഗത്തിൽ വിശദമായി പരിശോധിച്ചതായി അദ്ദേഹം പറഞ്ഞു. നവംബർ 29-നകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് JPCയോട് ആദ്യം ആവശ്യപ്പെട്ടിരുന്നത്. പിന്നീട് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം അവസാനിക്കുന്ന ഫെബ്രുവരി 13 വരെയായി സമയപരിധി നീട്ടി നൽകുകയായിരുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.